അപ്പോൾ എങ്ങനെയാണ് ഗൈസ്, ഇന്നത്തെ ഷോപ്പിംഗ് രജിച്ചിലെ മാർക്ക് ആൻഡ് സേവിലോട്ടാണ്. ഗ്രോസറി ഷോപ്പിംഗ് ആണ് പ്ലാൻ. ബസ് ചാടി കയറി ഞങ്ങൾ നേരെ മാർക്ക് ആൻഡ് സേവിലോട്ട്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ തൊട്ടടുത്ത് കണ്ട കരക്ക് മക്കാനിയിലാണ് കയറിയത്. ഇത് ചെറിയ കരക്കല്ല, അത്യാവശ്യം വലിയ കരക്കാണ്. ഇവിടെ ചായ മാത്രമല്ല എല്ലാത്തരം ഫുഡും കിട്ടുന്നുണ്ട്. ബിരിയാണി, മന്തി, അങ്ങനെ എല്ലാ തരം. ഞങ്ങൾ 3 ചായയും ഒരു ബണ്ണും ഒരു പത്തിരിയും പത്തൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതും വാങ്ങി. കാരണം ആദ്യമായിട്ട് കഴിക്കുന്ന ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? നിങ്ങളുടെ നാട്ടിൽ അതിനെന്നാന്നാ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കണ കണ്ട് ചായ തരാൻ വന്ന ചെക്കനും ഒരു പോസ് തന്നേ. അതിനുശേഷം ചായ കുടിച്ചിട്ട് നേരെ മാർക്ക് ആൻഡ് സേവിലോട്ട് കയറി ചെല്ലുമ്പോൾ തുണിയുടെ സെക്ഷൻ ആയതുകൊണ്ട് അതും വിട്ടില്ല. അവിടെ ഒന്ന് കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഗ്രോസറി സെക്ഷനിലോട്ട് പോയത്. അവിടെ ചെന്ന് ഒരു മാസത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു. ചീത്തയാവാത്ത എല്ലാത്തരം സാധനങ്ങളും എടുത്ത്. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും 1 മന്തിലേക്ക് തന്നെ എടുത്തു. സവാളയൊക്കെ വലിയ സവാളകളായിരുന്നു കിടന്ന്. എനിവേ ഞങ്ങൾ തപ്പിപ്പറക്കി ഒരു മാസത്തേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് നേരെ പച്ചക്കറി സെക്ഷനിലോട്ട് പോയി. പച്ചക്കറി നമുക്ക് ഒത്തിരി നാളത്തേക്കുള്ളത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചത്തേക്കുള്ള നല്ല ഫ്രഷ് പച്ചക്കറികൾ ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫിഷിൻ്റെ സ്ഥലത്തോട്ട് ചെന്നു. ഫിഷിൻ്റെ സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല ഞണ്ടുണ്ടായിരുന്നു, അതും വാങ്ങിച്ചു. നെയ്മീനും വാങ്ങിച്ചു. അതിനുശേഷം ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനായപ്പോഴത്തേക്കും കാല് ഒടിഞ്ഞു പോണ വേദനയായിരുന്നു. കാരണം മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നത്. ഈ മാർക്ക് ആൻഡ് സേവിലാണെങ്കിൽ ഇരിക്കാനൊരു ചെയർ പോലും ഇട്ടിട്ടില്ലായേ. അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവരിരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ്. ഫിസി ആണെങ്കിൽ അവിടെ ഇരുന്നു. ലിൻസിമോൾ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഫിസി ഇരിക്കണ കണ്ടിട്ട് അവിടുത്തെ ചെക്കന്മാർ നോക്കിയിരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് വലിയൊരു ബില്ലുമായിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.